നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ബാലരാമപുരം ദേവേന്ദു എന്ന് പറയുന്ന 2.5 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചിനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസ്. അതിന്റെ ഭാഗമായിട്ട് അവന്റെ അമ്മാവൻ തന്നെയായ ഹരികുമാർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അമ്മയെ തൽക്കാലത്തേക്ക് വിട്ടുവെച്ചിട്ടുണ്ട്. അമ്മയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പോറ്റി വന്നു, അതായത് ജോത്സ്യർ വന്നു. ആ പുള്ളിയും ചോദ്യം ചെയ്യുന്നുണ്ട്. പുള്ളി കുറെ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും സത്യമല്ല, പലതും ഇവർ തമ്മിലുള്ള പണം ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അതൊക്കെ വിട്. പക്ഷെ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് വിവരങ്ങൾ അറിഞ്ഞത് വളരെ 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 ഞെട്ടിക്കുന്ന കുറെ വിവരങ്ങളാണ് അറിഞ്ഞിരിക്കുന്നത്. അതില് ഒന്നാമത്തെ കേസ്, ഇവരുടെ ഫാമിലി മൊത്തം ഈ പറയുന്ന മാനസിക നില തെറ്റിയവരാണ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. അതായത് നാട്ടുകാരുമായിട്ടുള്ള നമ്മുടെ സംസാരത്തിൽ നിന്നും നമ്മൾ ചോദിച്ചറിയുന്നതിന് നമുക്ക് മനസ്സിലാവുന്നത്, ഈ പറയുന്ന ഈ ശ്രീധുവിന്റെ ഭർത്താവുണ്ടല്ലോ, പുള്ളിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഇവിടെ കല്യാണം കഴിച്ചപ്പോൾ തന്നെ ഈ പുള്ളിക്ക് മാനസിക വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഈ പുള്ളി ഗുളിക കഴിച്ചുകൊണ്ട് അതിന്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ ഏതാണ്ട് 6 കൊല്ലത്തിൽ പരമായിട്ട്, അത് കല്യാണം കഴിയുന്നതിന് മുമ്പ് ഈ പുള്ളി ഗുളികയും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു എന്നുള്ളതും, ഈ ഗുളികയും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുള്ളിക്ക് പിന്നെ വല്ല ബോധവും കാര്യങ്ങളൊന്നും ഇല്ല, കിടന്നുറങ്ങുകയാണ്. ഇവര് തമ്മിലുള്ള ഭാര്യ ഭർത്താവും തമ്മിലുള്ള ലൈംഗിക ബന്ധം വളരെ കുറച്ച് മാത്രമാണ് നടന്നിരുന്നത് എന്നുള്ള ഒരു ന്യൂസൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഭാര്യ വഴിവിട്ട് സഞ്ചരിച്ചതും വഴിവിട്ട ബന്ധത്തിലേക്കൊക്കെ പോയത് അതുകൊണ്ടാണ് എന്നുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. അതുമല്ല, ഇവിടെ ചാറ്റ് ഈ ഭാര്യ മുമ്പ് പറഞ്ഞിരുന്ന ഒരു സംഭവം എന്താണ്, പക്കാവട കൊടുക്കാത്തത് കൊണ്ടാണ് അവൻ ആ ദേഷ്യത്തിലാണ് ഈ ഒരു സംഭവം കൊച്ചിനെ എടുത്ത് എന്ത് ചെയ്ത്, ഞാൻ അറിയാതെ കൊച്ചിനെ എടുത്ത് കിണറ്റിൽ തള്ളിയത് എന്നൊക്കെയായിരുന്നു ആദ്യത്തെ ഈ ഭാര്യയുടെ മൊഴികൾ. പക്ഷെ ഇപ്പോ ഭാര്യയുടെ ഫോൺ റിക്കവർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞെട്ടിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സഹോദരൻ ഭാര്യയ്ക്ക് അയച്ച മെസ്സേജുകളെല്ലാം ഉണ്ട് അതിനകത്ത്. പക്ഷേ ഈ സഹോദരി അയച്ച മെസ്സേജുകൾ റിപ്ലൈ ചെയ്ത സംഭവങ്ങളൊന്നും ഈ പറയുന്ന സഹോദരിയുടെ ഫോണിലോ ഈ പറയുന്ന സഹോദരന്റെ ഫോണിലോ ഇല്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടോ ചിലപ്പോ ഈ പറയുന്ന പിന്നെ എന്താണ് ഡിലീറ്റ് ഫോർ എവരി വൺ എന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ ഡിസപ്പയറിംഗ് മെസ്സേജോ എന്തോ കൊടുത്തിട്ടുണ്ട് ഇവള് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് ഇവള് പിന്നെ എന്താണ് മറുപടി കൊടുത്തത് എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ ഇവൻ ഈ പറയുന്ന മാനസിക രോഗി എന്ന് പറയപ്പെടുന്ന ഈ ഹരികുമാർ അയച്ച മെസ്സേജുകൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവനൊരു മാനസിക രോഗിയാണെന്ന് പോലും സംശയമാണ്. ആ രീതിയിലാണ് അവന്റെ ചാറ്റ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇവന് ഈ ഒരു കേസിൽ, അതായത് ഈ ലൈംഗിക ബന്ധവുമായി ചേർന്ന ആ ഒരു കേസിൽ അവന് ഭയങ്കര അഗ്രസീവ്നെസ് ആണ്. അത് വാ വീട്ടിൽ കയറി വാ, നീ റൂമിലോട്ട് വാ എന്നുള്ള രീതിയിൽ അവളെ ത്രട്ടണ്ട് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ഞാനിപ്പോൾ കഥ പടക്കി മറ്റുള്ള രീതി, ആ ഒരു രീതിയിലൊക്കെയാണ്. അതായത് ബലമായിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു അധികാരമില്ല, കയറി വാടി, റൂമിലോട്ട് വാടി, ഞാനിപ്പോ ഇവിടെ ഉണ്ട് എന്നുള്ള തരത്തിലാണ് ഈ പറയുന്ന യവന്റെ മെസ്സേജുകൾ. അതായത് യവന്റെ ആ ചാറ്റ് കണ്ടുകഴിഞ്ഞാൽ ഇവിടെ എല്ലാം വോയിസ് ചാറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറയുന്ന സത്യം തന്നെയാണ്. എല്ലാം വോയിസ് ചാറ്റും വീഡിയോ കോളുമാണ് നിരന്തരം തൊട്ടടുത്ത റൂമിൽ നിന്നുകൊണ്ട് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവൻ എന്ത് ചെയ്തു, ഇവളെ വിളിച്ച് എല്ലാ ദിവസവും രാത്രി എന്ത് ചെയ്തു വരുത്തുന്നുണ്ട് ഇവരുടെ റൂമിലേക്ക്. ഇവർ തമ്മിലുള്ള അവിഹിത ബന്ധം ഉറപ്പായിട്ടും ഉണ്ട് എന്നുള്ള തലത്തിലേക്കാണ് ഇപ്പൊ പോകുന്നത്. ഇതിൽ മറ്റൊരു കേസ് എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഇവളുടെ അച്ഛന് ഞാൻ പറഞ്ഞില്ലേ, ഈ ഫാമിലി മൊത്തം ഒരു ചെറിയൊരു മാനസിക പ്രശ്നമുള്ള ആൾക്കാർ. ഇവള് കെട്ടിയ ഭർത്താവിന് മാനസിക വിഷയമുണ്ട്. അതുപോലെ ഇവളുടെ അച്ഛൻ ഇപ്പൊ മരിച്ചില്ലേ, അച്ഛനും ചെറിയ മാനസിക വിഷയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന ഹരികുമാറിന് മാനസികമായിട്ടുള്ള വിഷയം വന്നത്. അതിന്റെ സിംറ്റം ഉറപ്പായിട്ടും ഈ പറയുന്ന ആരുടെടുത്തും കാണും, ഈ പറയുന്ന സഹോദരിയെടുത്തും കാണും എന്നുള്ളതാണ്. അപ്പോ ഇവൻ ഈ നിരന്തരം എന്ത് ചെയ്യുന്നുണ്ട്, ഈ മെസ്സേജുകൾ ഇടുന്നുണ്ട്. ഇവിടെ റൂമിലോട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വളരെ വൃത്തികേടായിട്ട്, നീ വന്നിലേലും കുഴപ്പമില്ല, എനിക്കൊരു ഫോട്ടോ അയച്ചതാ എന്നുള്ള രീതിയിലേക്ക് സംസാരിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മനസ്സിലായോ? എന്തെങ്കിലും ഫോട്ടോ അയച്ചെന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള അശ്ലീലമായ ചാറ്റുകളും അശ്ലീലമായ വീഡിയോ കോളുകളും ഈ സഹോദരന്മാര് ചെയ്തിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഇനി വരുന്ന ദിവസത്തിൽ പുറത്താകുമായിരിക്കും. അങ്ങനെയുള്ള ഒരു റൂമർ ആ പരിസരത്തൊക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. മനസ്സിലായോ? അതുമല്ല, ഇതിന് എന്തുകൊണ്ടാണ് അവിടെ ഈ പറഞ്ഞതുപോലെ അവിടെ ഈ തീ കത്തിച്ചത്, എന്തുകൊണ്ടാണ് ആത്മഹത്യാ ശ്രമം പോലെ ഇവർ ഈ കയറുകൾ കെട്ടിത്തൂക്കി കിട്ടുന്നത്, അതിനൊക്കെ ഒരു ഊഹം അല്ലെങ്കിൽ അവരെങ്ങനെ അനുമാനിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇവര് തമ്മിൽ ചിലപ്പോ
അത് എന്റെ ഒരു തോട്ടാണ് കേട്ടോ. അതായത് ഇവർ തമ്മിൽ അന്നത്തെ രാത്രി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ ഈ കൊച്ചു കുട്ടിയെ കണ്ടിട്ടുണ്ടാവാം. ആ സമയത്ത് ഈ കൊച്ചു കുട്ടി എന്ത് ചെയ്തു, നേരെ യവൻ ആ ദേഷ്യം വന്നിട്ട് യവനോ അവളോ എനിക്കറിയത്തില്ല, ഇതിനകത്ത് ആരാണ് ഇതിനകത്ത് പിന്നീട് മെയിൻ കാരണം വെച്ചാൽ യവനൊരു മാനസിക പ്രശ്നമാണ് ഉള്ളവനാണ്. അപ്പൊ യവനെ പിന്നെ യൂസ് ചെയ്യുകയായിരുന്നോ അവളെ എന്നുള്ളത് വളരെ നമുക്ക് കൃത്യമായിട്ട് സംശയിക്കേണ്ടത് ആവശ്യമുണ്ട്. പക്ഷെ ഇവിടെ ചാറ്റ് കാണുമ്പോൾ യവനാണ് വിളിച്ചു വരുത്തുന്നത്. അവൾ ഇതിന് വില്ലിങ് ആണ് എന്നൊക്കെ ശരി തന്നെയാണ്, പക്ഷെ യവൻ നിർബന്ധിച്ച് വിളിച്ചു വരുത്തിക്കാണ്. ചിലപ്പോൾ അന്ന് ഭർത്താവ് വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഇവള് വരാൻ മടിച്ചിട്ടുണ്ടാവാം. അന്ന് സ്വന്തം ഭർത്താവ് വീട്ടുണ്ടല്ലോ. അപ്പൊ യവൻ വീണ്ടും റൂമിലേക്ക് വാ എന്നിങ്ങനെ നിരന്തരം വിളിച്ചപ്പോൾ അവൾ ചിലപ്പോൾ മടിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഇവൻ ഫോട്ടോയെങ്കിലും അയച്ചതാ എന്നുള്ള രീതിയിൽ ചാറ്റ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇവര് ഈ പറയുന്ന ലൈംഗിക വീഴ്ചയിൽ ആയപ്പോ ഈ പൊടി കൊച്ചു ഉണർന്നയിച്ചു വരികയും ഇത് കാണാൻ ഇടവഴി ഇതിലൊരു തടസ്സം നേരിട്ടതു എന്ന് മനസ്സിലാക്കി ഈ മാനസിക രോഗിയായ ഈ കാമപ്രാന്തനായ ഇവൻ എന്ത് ചെയ്തു, നേരെ കൊണ്ടുവന്ന് എത്തിയിട്ടുണ്ടാവും, കിണറ്റിൽ കൊണ്ട് എറിഞ്ഞിട്ടുണ്ടാവും. ഈ കിണറ്റിൽ കൊണ്ട് എറിഞ്ഞത് ഈ ഭാര്യയ്ക്ക് അറിയാം, അതായത് സ്വന്തം തള്ളയ്ക്കറിയാം. സ്വന്തം സഹോദരൻ എന്ത് ചെയ്തു, ഈ പറയുന്ന കൊച്ചുകുട്ടിയെ കൊണ്ട് കിണറ്റിൽ വലിച്ചെറിഞ്ഞു എന്നുള്ളത് അറിയാം. ഇതിനി നാളെ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുടുങ്ങും, നമ്മളെ പോലീസ് പിടിക്കും എന്ന് മനസ്സിലാക്കി എന്തായാലും നമുക്ക് ജീവിച്ചിരുന്നൊരു കാര്യമല്ല, നമുക്കൊരു ആത്മഹത്യ ചെയ്ത് കളയാം എന്നുള്ള ഇതിന് വേണ്ടിയിട്ടാണ്, ആത്മഹത്യാ ശ്രമം നടത്താൻ വേണ്ടിയിട്ടാണ് അവർ ആദ്യം എന്താണ് മണ്ണെണ്ണ ഒഴിച്ച് ഈ പറയുന്ന കത്തിച്ച് കളയാൻ എന്നുള്ള തീരുമാനം വരുന്നു. അതിനുശേഷം ഇല്ലെങ്കിൽ വേണ്ടി നമുക്ക് തൂങ്ങിച്ചാവാം എന്നുള്ളതൊക്കെ തീരുമാനങ്ങൾ ഇവരെടുക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിലായോ? ഇതിൽ നിന്നൊക്കെ പിന്നീട് അതിനുള്ള ധൈര്യം ഇല്ലാതായി. അവർക്ക് അതിനുള്ള ധൈര്യം ഇല്ലാതായി. പിന്നെ അത് ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നെ കൊച്ചിനെ കാണാനില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു നിർത്താം എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിച്ചിട്ടുണ്ടാവാം എന്നും പറഞ്ഞു വരുന്നു. അതിനുശേഷം ഇവള് കൊടുത്ത പലവരും ഇവര് കടം വാങ്ങിച്ച പലരെയും മൊഴികൾ എടുക്കുന്നുണ്ട്. പലർക്കും 10 ലക്ഷം 5 ലക്ഷം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ ഉന്നത സ്ഥാനങ്ങളിൽ പിന്നെ ജോലി ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. പലർക്കും ജോലി വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പൈസ, അങ്ങനെ ഈ ലോകം ഉടായിപ്പ് ഈ പറയുന്ന മൊത്തത്തില് എല്ലാവരുടെ കയ്യിൽ നിന്ന് ഇവള് പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പരോക്ഷമായിട്ടൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഏതാണ്ട് നമുക്ക് 99% വരെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കേസ് ഈ പറയുന്ന സഹോദരനും സഹോദരിയുമായിട്ട് എന്താണ് ഈ ഒരു തെറ്റായ അതിരുവിട്ട ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇനി ഈ കൊച്ചിന്റെ പിതൃത്വം, ഈ കൊച്ച് ആരുടേതാണ് എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്താണ് അതിന്റെ കാരണം ഇവർ തമ്മിലുള്ള ഒരു ലൈംഗിക പിന്നെ ബന്ധമുണ്ട്, ഈ ചാറ്റ് മാത്രം കൊണ്ട് അവർക്കൊരു ലൈംഗിക ബന്ധമുണ്ട് എന്നൊന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റത്തില്ല. അതിന് സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് വേണം. അങ്ങനെ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, DNA ടെസ്റ്റ് നടത്തേണ്ടതായിട്ട് വരും. ഈ കൊച്ചിന്റെ DNA ടെസ്റ്റ് നടത്തേണ്ടതായിട്ട് വരും. അപ്പം ഇനിയിപ്പോ അങ്ങോട്ടുള്ള ഫർദർ ആയിട്ടുള്ള ഇവളുടെ ചാറ്റൊക്കെ റിക്കവർ ചെയ്തെടുത്തു, ഇതിൽ ഇവള് തിരിച്ചെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അപ്പൊ തിരിച്ചു പറഞ്ഞിരിക്കുന്നതെല്ലാം കൂടി കൂട്ടി നോക്കിക്കൊണ്ട് വീണ്ടും ഇത് ഈ പറയുന്ന എന്താണ് ഒരു DNA ടെസ്റ്റിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. മനസ്സിലായോ? എന്നാലല്ലേ അവർക്ക് സയന്റിഫിക് ആയിട്ട് തെളിയിക്കാൻ പറ്റില്ല. അത് ഈ ചാറ്റ് വഴിയാ ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞത് കൊണ്ടൊന്നും അതൊരു തെളിവായിട്ട് ഇവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിലായിരുന്നു അല്ലെങ്കിൽ ഇവർ തമ്മിൽ അരുതാത്ത ബന്ധം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തെളിയിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അത്രയ്ക്ക് വലിയ ദുരൂഹതമായിട്ടുള്ള ഒരു കേസായി പോയിക്കുന്നു. അതുമല്ല ഇവളുടെ സ്വഭാവം വെച്ച് നോക്കി ഇവള് മഹാഫ്രോഡ് എന്നാ പറയുന്നത്, ലോക ഫ്രോഡാണ് ഈ പറയുന്ന ശ്രീതു എന്ന് പറയുന്ന ആ തടിച്ചി. മനസ്സിലായോ? മഹാഫ്രോഡാണ്. ആരൊക്കെ എങ്ങനെയൊക്കെ ഉടായ്പിലൂടെ ആരെന്നൊക്കെ കഴിച്ചു വാങ്ങാൻ പറ്റും, എന്തൊക്കെ തടികടകൾ ചെയ്യാൻ പറ്റും, എല്ലാ ഉടായ്പ അവളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അതുമല്ല ഇവിടെ ഫാമിലിയുടെ കേസ് നോക്കുമ്പോൾ മിക്കവാറും ഈ മാനസിക പ്രശ്നങ്ങളുള്ളവരാണ്. അവളെ അച്ഛനായിക്കോട്ടെ, അവളെ കെട്ടിയ ഭർത്താവായിക്കോട്ടെ, ഇപ്പൊ ഈവൻ അവളുടെ സഹോദരനായിക്കോട്ടെ, അവർക്കെല്ലാം ഈ പറഞ്ഞ ചെറിയ ചെറിയ മാനസിക വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാം. ഇതിന്റെയൊക്കെ സത്യാവസ്ഥ ഇനി വരണം. ഇതൊക്കെ നമ്മൾ അവിടെ ചോദിച്ച് മനസ്സിലാക്കി പലരും പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പോ ഇവിടെ ഈ രാത്രി, അന്നത്തെ ദിവസം രാത്രി ഇവൻ നിരന്തരം ഇവളെ റൂമിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. വരണമല്ല എന്ന് കഴിഞ്ഞാൽ കഥകടയ്ക്കും അങ്ങനെ ത്രട്ടൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ വരും. എനിക്ക് തോന്നുന്നു മേ ബി അവൾ എഴിച്ച് പോയിട്ടുണ്ടാവാം. അവൾ ചിലപ്പം വിസമ്മതിച്ചത് ഭർത്താവ് ഇല്ലല്ലോ, മുമ്പ് ഭർത്താവൊന്നും ഇല്ല, സഹോദരൻ സഹോദരി ഇത് വേണ്ട പൂണ്ട് വിളയാടൽ ആയിരുന്നായിരിക്കും. ഇവനൊരു മാനസിക രോഗിയാണ് എന്നുള്ളത് അവന് ചിലപ്പോൾ സഹോദരിയെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നിരിക്കാം. പക്ഷെ ഈ പറയുന്ന ഇവൾക്ക് വേറെ കുരുവൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇവളെ യൂസ് ചെയ്തത് ഈ പറയുന്ന സഹോദരനെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നത് ശ്രീതു ആണോ എന്നുള്ളത് സംശയകരമായിട്ടിരിക്കുന്നു. അതുമല്ല ഈ കൊച്ചിനെ കൊണ്ടെറിഞ്ഞത്, കൊച്ചിനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത് തന്റെ സഹോദരനാണ്, അല്ലെങ്കിൽ അതോ ഇവളെന്ന് അറിയത്തില്ല.
എന്നുള്ളത് ശ്രീധുവിന് നേരത്തെ അറിയാമായിരുന്നു. അത് അറിഞ്ഞുകൊണ്ടാണ് ഇവർ ആത്മഹത്യക്കുള്ള ശ്രമം നടത്തിയത് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തു. എന്താണ് ലോകം, എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. അമ്മാതിരി തൊലി ഉരിഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഇതിന്റെ ഫർദർ ഡീറ്റെയിലുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.